ഹേയ് ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈൻ കുർത്തിയുടെ ഡ്രാഫ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട മെറ്റീരിയലിൽ നിങ്ങൾ എങ്ങനെയാണോ വരയ്ക്കുന്നത് ആ ഒരു രീതിയിലാണ് ഞാൻ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു ഫുൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് വേണം നമ്മൾ റൈറ്റിലേക്കാണല്ലോ മാർക്ക് ചെയ്യുക. ഫോൾഡ് വരുന്ന പോർഷനാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാലൻസും മെഷർമെൻറ്റ്സും കാര്യങ്ങളും കൂടെ എഴുതുമ്പോൾ നിങ്ങൾക്ക് നല്ല നീറ്റായിട്ട് തന്നെ മനസ്സിലാകും. നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള മെഷർമെൻറ്റ്സൊക്കെ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് നമ്മൾ വെട്ടുന്ന സമയത്ത് അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ മെഷർമെൻറ്റ്സിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ ചെസ്റ്റാണ് എഴുതി കൊടുക്കുന്നത്. നിങ്ങൾ ടേപ്പ് എടുത്തിട്ട് ചെസ്റ്റിൻ്റെ അളവ് എത്രയാണെന്ന് കറക്റ്റായിട്ടൊന്ന് മെഷർമെൻറ്റ്സ് എടുക്കുക. അളവെടുക്കുന്ന സമയത്ത് ഒരുപാട് ടൈറ്റ് ചെയ്ത് എടുക്കരുത്. ഇനിയിപ്പോൾ കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ എടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യൽത്തുമ്പം കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 33 എടുത്തിട്ടുള്ളത്. ചുമ്മാ ഒരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. 33 എടുത്തിട്ട് അതിനെ 4 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുന്ന ചിഹ്നമാണത്, കുത്ത് കാണുന്നില്ല താഴെമേലും. പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുക. അതായത് തയ്യൽത്തുമ്പിനാണ്. കിട്ടിയ ചെസ്റ്റ് അളവിനെ 4 വെച്ച് ഹരിച്ചിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൊടുക്കുക. എനിക്കിവിടെ 10.2 കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണെന്നുള്ള വെച്ചിട്ടുള്ള ആ ഒരു വാല്യൂ എഴുതി കൊടുക്കുക. അടുത്തതായിട്ട് ഫുൾ ലെങ്ത് ആണ് എഴുതി കൊടുക്കുന്നത്. 44 എൻ്റെ അളവ് വരുന്നത്. അതായത് ഷോൾഡർ മുതൽ താഴെ വരെയുള്ള നിങ്ങൾക്ക് ഇറക്കം തയ്യൽത്തുമ്പം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 2 ഇഞ്ച് കൊടുത്താൽ മതി. പിന്നെ വേസ്റ്റാണ്. വേസ്റ്റ് 28 എനിക്കിവിടെ അളവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് എക്സ്ട്രാ 2 ഇഞ്ചും കൂടെ നമ്മൾ ചെസ്റ്റിന് ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ വേസ്റ്റ് അളവ് കറക്റ്റായിട്ട് എടുക്കുക, 4 വെച്ച് അതിനെ ഹരിക്കുക, അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ഞാൻ ആ ഇക്വേഷനിൽ എഴുതിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇനി ഫ്രണ്ട് നെക്കാണ്, നമ്മുടെ ഫ്രണ്ടിലെ കഴുത്ത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് ഫ്രണ്ട് നെക്ക് കുറച്ച് ഇറക്കിയിട്ട് ബാക്ക് നെക്ക് കുറച്ച് കയറ്റി അങ്ങനെ ആയിരിക്കും. പിന്നെ രണ്ടും ഒരേപോലെ വരുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്ക് എടുക്കുന്നത് ഇപ്പോൾ 6 ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് കുഴിച്ചെടുക്കുന്നത്. പിന്നെ ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് നെക്കിനേക്കാളും കുറച്ച് കയറിയിട്ടാണ് കൊടുക്കുന്നത്. ഒരു 4.5 ഇഞ്ചാണ് ഞാനിവിടെ ബാക്ക് നെക്ക് എടുത്തിട്ടുള്ളത്. ഞാൻ ആ ഫിഗറിൽ ബാക്ക് നെക്ക് വരച്ചിട്ടില്ല. അത് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അതും കൂടെ വരച്ച് എല്ലാം അതിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്തും കൂടെ കാണിച്ചു തരാം കേട്ടോ. മെഷർമെൻറ്റ്സ് ലാസ്റ്റ് ഈ മെഷർമെൻ്റ് എല്ലാം എഴുതി കഴിഞ്ഞിട്ടേ ഫിഗറിലോട്ട് ഞാനത് എവിടെയൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നും കൂടെ കാണിച്ചു തരാവേ. അത് കഴിഞ്ഞിട്ട് ഇനി നെക്കിൻ്റെ വിട്താണ്. അതായത് നമ്മൾ ആ ഷോൾഡറിൻ്റെ ആ ഒരു പോർഷനിൽ മാർക്ക് ചെയ്യുമല്ലോ നെക്കിൻ്റെ അകലം, കഴുത്തകലം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നെക്കിൻ്റെ വിട്താണ് അടുത്തത് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2.5 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വിരിഞ്ഞിട്ട് വേണം എന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അളവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ആവശ്യത്തിനുള്ള ഈ ഒരു അളവ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈസുള്ള ആൾക്ക് ഓക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മാറ്റം ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് എടുത്താൽ മതി. അടുത്തത് ഹിപ്പാണ്. ഹിപ്പ് എനിക്കൊരു 35 വേണ്ടത്. അതിനെ 4 വെച്ച് ഹരിച്ചിട്ട് എക്സ്ട്രാ 2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 10.75 സൈസ് വന്നിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ അളവ് എടുത്തിട്ട് ഇതേപോലെ 4 വെച്ച് ഹരിച്ചിട്ട് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും കൂടെ ആഡ് ചെയ്യുക 2 ഇഞ്ച്. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി അത് കഴിഞ്ഞിട്ട് ആം ഹോളാണ് നമ്മൾ നോക്കുന്നത്. എനിക്കിവിടെ ഒരു ആം ഹോള് 7 ഇഞ്ചാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 7 ഇഞ്ച് എഴുതി കൊടുക്കുന്നുണ്ട്. ആം ഹോൾ എഴുതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ഇനി ഷോൾഡറാണ് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഷോൾഡറും ആം ഹോളൊക്കെ ഏകദേശം ഒരേ ഒരു സൈസിലൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്. 7 ഇഞ്ചസ് തന്നെയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആവശ്യമുള്ള എല്ലാ മെഷർമെൻറ്റ്സും ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. ചെസ്റ്റ്, ഫുൾ ലെങ്ത്, വേസ്റ്റ്, ഫ്രണ്ടും ബാക്കും നെക്ക്, പിന്നെ നെക്ക് വിഡ്ത്ത്, ഹിപ്പ്, ആം ഹോൾ, ഷോൾഡർ. അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ്സാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ചെസ്റ്റൊക്കെ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് മാറ്റിയാൽ മതി കേട്ടോ. ഇപ്പോൾ 33 ഞാൻ ചുമ്മാ എടുത്തിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതേപോലെ നിങ്ങളുടെ സൈസ് എത്രയാണെന്ന് നോക്കുക. അതിന് ആ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇനി നമുക്കത് ഫിഗറിലേക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ചെസ്റ്റാണ്. ചെസ്റ്റ് ഇതാ ഇവിടെ ആയിട്ട് ഇതേപോലെ 10.2 ഇഞ്ച് നമുക്ക് കിട്ടിയ ചെസ്റ്റിൻ്റെ അളവ് ഇവിടെയാണ് കേട്ടോ. ആ ഒരു ലൈൻ കൊടുത്തിട്ടില്ല, ഇങ്ങനെ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ചെസ്റ്റ് 10.25 നമ്മൾ അവിടെ എഴുതി കൊടുത്തു. ഇത് ഫോൾഡ് പോർഷനാണ്. ഫുൾ ലെങ്ത് അവിടെയാണ് വരുന്നത്. നമ്മൾ അവിടെ നിന്നാണല്ലോ ഫുൾ ലെങ്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫോൾഡാണ് കേട്ടോ ആ ഒരു പോർഷൻ. ഞാൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ഒരിക്കലും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരച്ച് തുടങ്ങരുത്. നമ്മുടെ ഡ്രസ്സ് 2 പീസായിട്ടേ കിട്ടുകയുള്ളൂ. ഫോൾഡ് പോർഷനിൽ നിന്ന് വേണം നമ്മൾ മാർക്ക് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അത് മറക്കാതെ നമ്മൾ ചെയ്യണം, നോക്കണം. ഫോൾഡ് പോർഷനിൽ നിന്ന് മാത്രമേ മാർക്ക് ചെയ്യാവുള്ളൂ.
അപ്പോൾ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തു, ഫുൾ ലെങ്ത് മാർക്ക് ചെയ്തു. അടുത്തതായിട്ട് ഇനി വേസ്റ്റാണ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വേസ്റ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 28നെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ചും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 9 വേസ്റ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വേസ്റ്റിൻ്റെ പോർഷനിൽ ഞാൻ 9 ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ കമൻറ്റിൽ. ഞാൻ ഒരു വീഡിയോ ആയിട്ട് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റിൽ തന്നെ പറഞ്ഞാൽ മനസ്സിലാവുന്നതാണെങ്കിൽ അങ്ങനെയാണെങ്കിലും പറഞ്ഞുതരാം. അടുത്തത് നമ്മൾ ഫ്രണ്ട് നെക്കാണ്. അത് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ച്. ബാക്ക് നെക്ക് വരച്ചിട്ടുണ്ടായിരുന്നില്ല, അതും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ബാക്ക് നെക്ക് ഫ്രണ്ടിൻ്റെ അത്രയും ഇറക്കം വേണ്ട, എനിക്കൊരു 4.5 ഇഞ്ചൊക്കെ മതിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇറക്കം നമുക്ക് ആദ്യം ഷേപ്പ് വരച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 4.5 ഇഞ്ച് ഇറക്കം മതി കേട്ടോ. അതായത് ഇവിടെ വരെ 4.5 ഇഞ്ച്, അതും കൂടെ ഞാനിങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് കേട്ടോ 4.5 ഇഞ്ച് ബാക്ക് നെക്ക്. അപ്പോൾ നെക്കൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി നെക്കിൻ്റെ വിഡ്ത്ത്, അതായത് എത്ര അകലം, കഴുത്തകലം എത്രയാണെന്നുള്ളത്. അപ്പോൾ ആ എഴുതിയിട്ടുള്ള ആ ഒരു ഗ്യാപ്പിലാണ് അത് വരുന്നത്. 2.5 ഇഞ്ചാണ് അവിടെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. കഴുത്തൊക്കെ ആദ്യമേ തന്നെ മാർക്ക് ചെയ്ത് വരയ്ക്കുക. ഞാനിപ്പോൾ വരയ്ക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത് ഞാൻ വിട്ടുപോയി. അത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, നോക്കിയാൽ മതി ചാനലിൽ. അത് കഴിഞ്ഞിട്ട് ഇനി ഹിപ്പാണ്. 10.75 ഇഞ്ച് ഹിപ്പ് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വരയ്ക്കുന്നത് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നണം കേട്ടോ, ആവശ്യമുള്ളവരൊന്ന് നോക്കിയാൽ മതി. എലൈനല്ല, അല്ലാണ്ട് മേളിലൊക്കെ ഒരുപോലെ തന്നെയാണല്ലോ, കുഴപ്പമില്ല. ഇനി അടുത്തത് ആം ഹോളാണ്. 7 ഇഞ്ച് കേട്ടോ. ആം ഹോളിൻ്റെ ആ ഒരു കൈക്കുഴി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 7 ഇഞ്ച്. ഇനി ഏറ്റവും മേളിലായിട്ട് ഷോൾഡർ, അതും 7 ഇഞ്ച് തന്നെ. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള മെഷർമെൻറ്റ്സ് ഫുള്ളായിട്ട് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ള ഒരു ഡൗട്ടും കൂടെ മാറിയിട്ടുണ്ടാവുമല്ലോ. പിന്നെ താഴത്തെ ഫ്ലെയർ എന്നുള്ളത് അത്യാവശ്യം വിരിച്ചിട്ട്, നമ്മൾ എലൈനല്ലേ, അത്യാവശ്യം വിരിച്ചിട്ട് ഇതേപോലെ എടുത്താൽ മതി. പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സ് ഒന്നും ആവശ്യമില്ല. ആ ഒരു ഹിപ്പിൻ്റെ അളവിൽ നിന്ന് കുറച്ച് കൂടുതൽ എടുത്തിട്ട് താഴെ റൗണ്ടിൽ നമ്മൾ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് വീഡിയോസ് ഇതേപോലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡ്രാഫ്റ്റിങ്ങും സൈസ് ചാർട്ട്, പിന്നെ ഇതിങ്ങനെ വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ചാനലിൽ നോക്കിയാൽ മതി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, ഉറപ്പായിട്ടും റിപ്ലൈ തരാം. വീഡിയോ ചെയ്യേണ്ടതാണെങ്കിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ.